നമുക്കേ ഒരു പാലക്കാടൻ വെള്ള അവിയൽ ഉണ്ടാക്കിയാലോ? ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഇങ്ങനെയല്ല അവിയൽ ഉണ്ടാക്കാറ് കേട്ടോ, നമ്മുടെ മഞ്ഞച്ചിരിക്കും. അപ്പോൾ ഞാൻ പാലക്കാടൻ വെള്ള അവിയൽ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ഉരുളിയിലേക്ക് നമ്മൾ പച്ചക്കറികൾ ഇടാണ്. മുരിങ്ങക്കായ, പടവലങ്ങ, പിന്നെ മത്തങ്ങ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത്, പിന്നെ ഇടുന്നത് 2 കഷ്ണം കോവയ്ക്കായിട്ട് ഇടുന്നത്, പിന്നെ ക്യാരറ്റ്, പിന്നെ ഉരുളക്കിഴങ്ങ്, കായ, പച്ചക്കായാണ് ഇടുന്നത്. ചേന ഞാൻ ഇവിടെ ഇടുന്നില്ല കേട്ടോ. പിന്നെ പച്ചപ്പയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടാം കേട്ടോ. ചിലർ കോവയ്ക്കൊന്നും ഇടില്ല. അപ്പോൾ ഞാൻ ഏത് അളവ് കപ്പിലാണോ എടുത്തത് അതിന് ആ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത പച്ചക്കറികൾ ഏകദേശം 8 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണ് എടുക്കണേ അതിനനുസരിച്ചിട്ട് അളവുകൾ എടുത്തോളൂ. ഇനി മൂടി വെച്ചിട്ട് വേവിക്കാം നമുക്ക്. അപ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. കാരണം വളരെ കുറവ് വെള്ളത്തിലാണല്ലോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറികൾ അധികം ഉടഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ആദ്യം തന്നെ നമ്മൾ തൈര് ഇതിലേക്ക് ചേർക്കൂട്ടോ. അപ്പോൾ ഞാൻ ആ കപ്പിൽ 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ളതായതുകൊണ്ടാണ് ഞാൻ 3/4 കപ്പ് എടുത്തോണത്. അപ്പോൾ നിങ്ങളുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് കുറച്ച് ഒന്ന് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഈ തൈര് ഇതിലേക്ക് ഇടുന്നിട്ടേ നല്ലോണം വറ്റി വരണം. ഈ പച്ചക്കറികളുടെ മുകളിലൊക്കെ ഈ പുളി ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടണം കേട്ടോ. ഇനി ഇൻ കേസ് നിങ്ങളുടെ തൈരിന് പുളിയില്ലെങ്കിൽ ഒരു പച്ചമാങ്ങയുടെ 1-2 കഷ്ണം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഇതേപോലെ ആ കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട് തേങ്ങ ചിരവിയത്. പിന്നെ ഒരു എരിവിന് ആവശ്യമായിട്ട് ഞാൻ 8 വെള്ളമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ മുളക് എടുത്തത് വെള്ള അവിയലായതുകൊണ്ട് കേട്ടോ, പച്ചമുളകും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ തൈരൊക്കെ വറ്റി വന്നിട്ടുണ്ടല്ലോ. വറ്റി വന്ന ശേഷം നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കണം. ചിലവർ തേങ്ങ അരക്കണേൽ ജീരകം ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അധികം അങ്ങനെ ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ചേർത്തില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഇനി വെന്ത് കിട്ടണം. അതായത് നമ്മളുടെ തേങ്ങ ഒന്ന് വെന്താലാണ് ഈ അവിയലിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല, എളുപ്പമാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ഉപ്പ് നോക്കിയപ്പോഴേ അല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഉപ്പ് രണ്ടാമത് ചേർക്കുമ്പോൾ കല്ലുപ്പ് ചേർക്കരുത്, പൊടിയുപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് തേങ്ങ വെന്ത് വരും. എന്നിട്ട് ഏറ്റവും അവസാനം തീ ഓഫ് ചെയ്തു കേട്ടോ. ഏറ്റവും അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാലക്കാടൻ വെള്ള അവിയൽ റെഡിയായി.